നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാത്തിരിപ്പിനും പ്രതിഷേധത്തിനും ഒടുവിൽ കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഏപ്രിൽ 1 നടത്താൻ ആലോചന. സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത് പാർലമെന്റിൽ MP P കരുണാകരൻ നടത്തിയ സമ്മർദ്ദത്തിനൊടുവിൽ. റിയാസ് മൗലവി വധം പ്രതികളെ തിരിച്ചറിയൽ പരേഡിന് വിട്ടു നൽകാൻ അന്വേഷണ സംഘം കോടതിയിൽ ഹർജി നൽകി. മാർച്ച് 27 ലോക നാടക ദിനം. ലോകമെങ്ങും നാടക പ്രവർത്തകർ ആചാര്യന്മാരെ അനുസ്മരിച്ചു. പുതിയ നാടക സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയും നാടക ദിനം ആചരിച്ചു. സർക്കാർ ഡിസ്റ്റിലറിയിലേക്കുള്ള ടാങ്കറിൽ നിന്നും സ്പിരിറ്റ് മോഷണം വ്യാപകമാകുന്നു. തുണയാകുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ബൺപുത്തടുക്ക AUP സ്കൂളിൽ മലയാളം അധ്യാപികമാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സമരത്തിനൊരുങ്ങി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും. സംഭവത്തിൽ വിദ്യാഭ്യാസ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് യുവജന കമ്മീഷൻ. ഞാറുനടിയിൽ മുതൽ കൊയ്ത്തുവരെയുള്ള കൃഷിപ്പണിയിലും സാന്നിധ്യം തെളിയിച്ച അന്യസംസ്ഥാന തൊഴിലാളികൾ. പുതിയ കാഴ്ചകളൊരുക്കി വയലേലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കഠിനാധ്വാനം. വിശദമായ വാർത്തകളിലേക്ക്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും പ്രതിഷേധത്തിനും ഒടുവിൽ കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. മാർച്ച് 31 തീരുമാനിച്ച ഉദ്ഘാടന ചടങ്ങ് ഏപ്രിൽ 1 മാറ്റുന്ന കാര്യം ആലോചനയിലാണെന്ന് P കരുണാകരൻ MP KCN ന്യൂസിനോട് പറഞ്ഞു. നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ജനങ്ങൾ ഏറെ പ്രതീക്ഷയർപ്പിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. കാസർഗോഡുകാരുടെ എക്കാലത്തെയും ആവശ്യങ്ങളിലൊന്നാണ് പാസ്പോർട്ട് സേവാ കേന്ദ്രം. വിവിധ പരിപാടികൾക്കായി മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്നതിനാൽ മാർച്ച് 31 തീരുമാനിച്ച ഉദ്ഘാടന ചടങ്ങ് ഏപ്രിൽ 1 മാറ്റുന്ന കാര്യം ആലോചനയിലാണെന്ന് P കരുണാകരൻ MP KCN ന്യൂസിനോട് പറഞ്ഞു. പാസ്പോർട്ട് ഓഫീസും പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ 30-ാം തീയതി അതല്ലെങ്കിൽ 1-ാം തീയതി. 30-ാം തീയതിയിലെ ഒരു പ്രശ്നം മുഖ്യമന്ത്രിയുടെ പരിപാടി ജില്ലയിൽ 3 സ്ഥലത്തുണ്ട്. ആ സമയത്ത് ഈ പരിപാടി നടത്തുക എന്നത് പ്രയാസമാണ്. പക്ഷേ അത് 30-ാം തീയതിയോ 1-ാം തീയതിയോ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പാർലമെന്റിൽ P കരുണാകരൻ MP ആവശ്യമുന്നയിച്ചതിന്റെ ഫലമായാണ് കാസർഗോഡ് പാസ്പോർട്ട് അദാലത്ത് ആരംഭിച്ചത്. അദാലത്തിന്റെ റിപ്പോർട്ടിൽ പയ്യന്നൂർ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെ ആകെയുള്ള അപേക്ഷകരിൽ പകുതിയോളം കാസർഗോഡുകാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യം പരിഗണിച്ച് കരുണാകരൻ MP പാർലമെന്റിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായാണ് കേന്ദ്ര സർക്കാർ കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രം അനുവദിച്ചത്. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട സേവാ കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രശ്നങ്ങളും ഫണ്ടിന്റെ അവ്യക്തതയുമാണ് ഉദ്ഘാടനം ചടങ്ങ് നീണ്ടുപോകാൻ കാരണമായതെന്നും P കരുണാകരൻ MP പറഞ്ഞു. 2 വിഷയം അതിലുള്ള ഇതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ 2 ദിവസം മുമ്പാണ് ഇതിനാവശ്യമായിട്ട് ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടോ MP ഫണ്ടിൽ നിന്നോ സ്പോൺസറിൽ നിന്നോ നിലവിൽ കൊടുക്കാമെന്നുള്ളത് അറിയിച്ചിരുന്നു. പക്ഷേ പാസ്പോർട്ട് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനം അവർ തന്നെ ഉണ്ടാക്കണം. അത് പുറമേ നിന്നും സിസ്റ്റം എടുക്കുന്നത് ശരിയല്ല എന്ന കാര്യമാണ് അറിയിച്ചത്. സകല മേഖലകളിലും പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രം അനുവദിക്കുന്നതിലും പതിവ് തെറ്റിക്കാതെ തുടർന്ന അധികൃതരുടെ അവഗണനയ്ക്കെതിരെയും രാഷ്ട്രീയം മറന്ന് രംഗത്തിറങ്ങിയ ജനപ്രതിനിധികൾക്ക് അഭിമാനിക്കാം. ഒപ്പം പ്രവാസി സംഘടനകളടക്കം സമരമുന്നേറ്റങ്ങൾ നടത്തിയ സംഘടനകൾക്കും ലക്ഷ്യം കണ്ടതിൽ ആഹ്ലാദിക്കാം. അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ജനകീയ മുന്നേറ്റങ്ങളിലൂടെ സാധ്യമാകുമെന്ന വലിയ പാഠം ജില്ലയുടെ വികസന പാതയിലൂടെ ഇനിയുള്ള മുന്നേറ്റങ്ങൾക്ക് വേഗം കൂട്ടുമെന്നും പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് KCN. റിയാസ് മൗലവി വധം പ്രതികളെ തിരിച്ചറിയൽ പരേഡിന് വിട്ടു നൽകാൻ അന്വേഷണ സംഘം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ചൂരിയിലെ മദ്രസാധ്യാപകൻ മുഹമ്മദ് റിയാസ് മൗലവി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രതികളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന പള്ളി ഖത്തീബും അയൽവാസിയും മൊഴി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. തിരിച്ചറിയൽ പരേഡിനായി പ്രതികളെ വിട്ടു നൽകാനാണ് അന്വേഷണ സംഘം കോടതിയിൽ ഇന്ന് ഹർജി നൽകിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രതികളെ വിട്ടുകിട്ടിയാൽ തിരിച്ചറിയൽ പരേഡിനും മറ്റുമായി കൊണ്ടുവരുമ്പോൾ സംഘർഷം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലും പോലീസ് ഒരുക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘം സമർപ്പിച്ച ഹർജി കോടതി പരിഗണിച്ചാൽ കൂടുതൽ അന്വേഷണ നടപടികളിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ് പോലീസും. മാർച്ച് 27 ലോക നാടക ദിനം. ലോകമെങ്ങും നാടക പ്രവർത്തകർ ആചാര്യന്മാരെ അനുസ്മരിച്ചും പുതിയ നാടക സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയും നാടക ദിനം ആചരിച്ചു. അരങ്ങ് തന്നെ കഥാപാത്രമാവുകയോ
അരങ്ങിനെ നിരാകരിക്കുകയോ ചെയ്തുകൊണ്ട് നാടകലോകം പുതിയ കാലത്തെ പിറകിലാക്കി കൊതിക്കുമ്പോഴും കാസർഗോഡിൻ്റെ ആസ്വാദന ലോകത്തിന് പിന്നിട്ട കാലത്തിൻ്റെ നല്ല ഓർമ്മകളിൽ മാത്രം നാടകത്തെ അനുഭവിക്കാനാണ് യോഗം. കാസർഗോഡിൻ്റെ നല്ല നാടകരാവുകളെ തിരിച്ചു പിടിക്കാം എന്നാണ് പൊതുപ്രവർത്തകനും സംഘാടകനുമായ GB വത്സൻ ലോക നാടക ദിനത്തിൽ അഭിപ്രായപ്പെട്ടത്. കാസർഗോഡ് എക്കാലത്തും നല്ല നാടകങ്ങൾ കാണാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്ന ഒരിടമായിരുന്നു. നാടകത്തിലെ അവിസ്മരണീയ കഥാപാത്രങ്ങളായ ജോസ് ചിറമ്മലും നരിപ്പറ്റ രാജുവും അതുപോലെ തന്നെ ഉള്ള ആളുകളെല്ലാം തന്നെ കാസർഗോഡ് അവരുടെ ഓരോ നാടകവും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാസർഗോഡ് വന്ന് കളിച്ചിരുന്നു. ജോസ് ചിറമ്മലിൻ്റെ ഭോമ തൊട്ടടുത്തുള്ള ചിന്മയ മിഷൻ ഹാളിലാണ് കളിച്ചത്. അതുപോലെ തന്നെ മുദ്രാരാക്ഷസം ഇവിടെ ലളിതകലാസദൻ ഓഡിറ്റോറിയത്തിലാണ് കളിച്ചത്. കേളു നാടകം N. ശശിധരനും രാജഗോപാലും കൂടിയ കേളു നാടകം ഇവിടെ ടൗൺ ഹാളിലാണ് കളിച്ചത്. പുലിജന്മം ചിന്മയ ഹാളിലാണ് കളിച്ചത്. അപ്പോൾ ഈ നാടകങ്ങളൊക്കെ തന്നെ കാസർഗോഡ് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസർഗോഡ് ഒരു മാസത്തിനുള്ളിൽ കാസർഗോഡ് ഓഡിയൻസിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയും കാണാൻ വരുന്ന ആളുകളുടെ ഒരു സംഘവും ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് കാസർഗോഡ് നാടകങ്ങൾ നിർജ്ജീവമായത്, നാടകങ്ങൾ കാസർഗോഡേക്ക് വരാതായത് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ അപജയം, ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ ഇല്ലായ്മ, നല്ല നാടകങ്ങളുടെ ഇടക്കാലത്ത് നല്ല നാടകങ്ങളുടെ ഒരു അഭാവം, ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവാം അതിന്. അപ്പോൾ നാടകം തിരിച്ചുപിടിക്കുക എന്ന രീതിയിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ സന്ധ്യാരാഗം ഓഡിറ്റോറിയം ഒരു പശ്ചാത്തലമാക്കിക്കൊണ്ട് തന്നെ നല്ല നാടകങ്ങൾ ധാരാളമായിട്ട് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമം നമുക്കെല്ലാം ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നാടക ദിനത്തിൽ നമുക്ക് എന്താണ് നമുക്ക് ആലോചിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ നഷ്ടപ്പെട്ട ദിവസങ്ങളെ, നഷ്ടപ്പെട്ട നല്ല നാടക രാവുകളെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിനും ഒരാലോചനയ്ക്കും ഈ ദിവസം നമ്മൾ മുതിർന്നാൽ അതൊരു നല്ല കാര്യമായിരിക്കുമെന്ന് തോന്നുന്നു. കാസർഗോഡൻ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് ചേർന്ന് നിൽക്കാനുള്ള ഇടങ്ങളായി നാടകങ്ങളടക്കമുള്ള കലാപ്രവർത്തനങ്ങളെ വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന് കന്നഡ നാടക സംഘമായ അപൂർവ കലാപിതൃവിൻ്റെ അധ്യക്ഷനും നാടക സംവിധായകനുമായ ഉമേഷ് ശാലിയാൻ അഭിപ്രായപ്പെട്ടു. എത്രയോ നല്ല നടന്മാർ മലയാള നാടകവേദിയിൽ നാടക പ്രവർത്തനമായി കാസർഗോഡ് സജീവമായിരുന്നു. പക്ഷേ ഞാൻ കാണുകയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആരും നാടക പ്രവർത്തനത്തിൽ മുന്നോട്ട് വരുന്നില്ല. അത് മാറ്റിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കാസർഗോഡുള്ളത്. നമ്മൾ സാംസ്കാരികമായി മുന്നോട്ട് വരേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ നാട് നിൽക്കുന്നത്. ഈ രംഗഭൂമി ദിനത്തിൻ്റെ ഈ ദിവസം ഞങ്ങൾ എല്ലാ കലാകാരന്മാരും ഒച്ചത്തിൽ നമ്മൾ പറയേണ്ട ഒരു ദിവസമാണ്. നമ്മൾ ഒരുമിക്കുക, ഒന്നിക്കുക. ഏത് ഭാഷയായാലും നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഈ കാസർഗോഡ് എന്ന പോലത്തെ പ്രദേശങ്ങളിലെ സാംസ്കാരികമായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഞങ്ങൾ നടത്തേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്നിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാസർഗോഡ് നടക്കുന്നത്. കലുഷകാലത്തിൻ്റെ ജീർണതകളെ വെല്ലാനും മനുഷ്യർക്ക് മനുഷ്യരായി ചേർന്ന് നിൽക്കാനുമുള്ള ഇടം കലയിൽ മാത്രമാണ് ഉള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള നാടക പ്രവർത്തകർ ലോക നാടക ദിനം ആഘോഷിച്ചത്. നല്ല നാളുകളുടെ അരങ്ങേറ്റത്തിന് നമുക്കും കാതോർക്കാം. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് KCN. സർക്കാർ ഡിസ്റ്റിലറിയിലേക്കുള്ള ടാങ്കറിൽ നിന്നും സ്പിരിറ്റ് മോഷണം വ്യാപകമാകുന്നു. തുണയാകുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ടാങ്കറിൽ നിന്ന് സ്പിരിറ്റ് ചോർത്തിയതുമായി ബന്ധപ്പെട്ട് 2 പേരെ കുമ്പള CI VV മനോജ് കുമാർ, മഞ്ചേശ്വരം SI E അനൂപ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. UP സ്വദേശി രാജ്കുമാർ, മഹാരാഷ്ട്ര സ്വദേശി രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരം തുമിനാട് വെച്ച് സ്പിരിറ്റ് ചോർത്തുന്നതിനിടെ കുഞ്ചത്തൂരിലെ നാസറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ടാങ്കറിൽ നിന്ന് സ്പിരിറ്റ് ചോർത്തിയതുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ജോലിയുണ്ടായിരുന്നവരോട് ഡെപ്യൂട്ടി കമ്മീഷണർ NS സുരേഷ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സർക്കാർ ഡിസ്റ്റിലറിയിലേക്ക് കൊണ്ടുപോകുന്ന സ്പിരിറ്റ് ചോർത്തിയെടുത്ത് സ്വകാര്യ ബാറുകളിലേക്ക് എത്തിക്കുന്നതായും എക്സൈസിലെയും ഡിസ്റ്റിലറിയിലെയും ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധമുണ്ടോയെന്നും സംശയമുള്ളതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബൺപുത്തുടുക്ക AUB സ്കൂളിൽ മലയാള വിഭാഗത്തിൽ കുട്ടികൾ കുറവാണെന്ന കാരണം പറഞ്ഞ് അധ്യാപികമാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും ചേർന്ന് സമരം നടത്താൻ തീരുമാനം. അതേസമയം യുവജന കമ്മീഷൻ വിഷയം സംബന്ധിച്ച് വിദ്യാഭ്യാസ അധികൃതരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കന്നഡ വിദ്യാലയത്തിൽ മാതൃഭാഷ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടും മലയാളം അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിയാണ് ഏറെ പ്രതിഷേധത്തിനിടയാക്കിയത്. സംഭവം സംബന്ധിച്ച് ബൺപുത്തുടുക്ക AUP സ്കൂളിലെ LP വിഭാഗം അധ്യാപിക
TV രമ്യ നൽകിയ പരാതിയിലാണ് യുവജന കമ്മീഷൻ ഇടപെടുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 6-നാണ് സ്കൂളിൽ മലയാള വിഭാഗത്തിൽ കുട്ടികൾ കുറവാണെന്ന കാരണം പറഞ്ഞ് കുമ്പള ഉപജില്ലാ വിദ്യാഭ്യാസ അധികൃതർ അധ്യാപികമാരെ പിരിച്ചുവിട്ടത്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്നാണ് യുവജന കമ്മീഷൻ അംഗം A. ബിജി നടപടിയെക്കുറിച്ച് വിദ്യാഭ്യാസ അധികൃതരോട് വിവരം അന്വേഷിക്കാമെന്ന് അറിയിച്ചത്. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അടുത്ത മാസം നടപടി സംബന്ധിച്ച തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. അതേസമയം അധ്യാപികമാരെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് സമരത്തിനൊരുങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. പിരിച്ചുവിടൽ നടപടിക്ക് ഉത്തരവിട്ട കുമ്പള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ബദിയടുക്ക ഓഫീസിലേക്ക് സമരം സംഘടിപ്പിക്കാനും സാധ്യതയുണ്ട്. മാർച്ച് 30-ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രിക്ക് മലയാളം ഡിവിഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നിവേദനവും നൽകും. ന്യൂസ് ഡെസ്ക് KCN. പുതിയ കാഴ്ചയൊരുക്കി വയലേലകളിൽ ജോലി ചെയ്യാനും അന്യസംസ്ഥാന തൊഴിലാളികൾ. കൂലിപ്പണിക്ക് തൊഴിലാളികളെ കിട്ടാത്ത നമ്മുടെ നാട്ടിൽ ഞാറുനടൽ മുതൽ കൊയ്ത്തുവരെയുള്ള കൃഷിപ്പണിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യം വിദൂരമല്ല. വെള്ളച്ചാൽ വയലിൽ വെയിലണി കൂസാതെ ജോലി ചെയ്യുന്ന വിജയും കൂട്ടുകാരുടെയും വാക്കുകളിൽ മണ്ണിനോടുള്ള അടങ്ങാത്ത സ്നേഹം തുടിക്കുന്നുണ്ടായിരുന്നു. നിർമ്മാണ മേഖലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ സജീവമായത് മലയാളികൾക്ക് പുതിയ കാഴ്ചയല്ലായിരിക്കാം. എന്നാൽ വയലുകളിൽ കൃഷിപ്പണിയിൽ ഏർപ്പെടാൻ കൂടി അന്യസംസ്ഥാന തൊഴിലാളികൾ തയ്യാറായത് വയലേലകളിലെ പുതിയ കാഴ്ചയാവുകയാണ്. പലർക്കും സംശയം തോന്നിയേക്കാം കൃഷിയിൽ ഇവർക്ക് എന്തറിയാമെന്ന്. എന്നാൽ ഇതിനുള്ള മറുപടിയും ഇവർ തന്നെ പറയും. വ്യവസായശാലകൾ അധികമൊന്നും എത്തിയിട്ടില്ലാത്തതും ഏക്കർ കണക്കിന് വയലുകൾ പരന്നു കിടക്കുന്നതുമായ പ്രദേശങ്ങളാണ് ഇവരുടെ നാട്ടിലുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളോടൊപ്പം ഇവരും കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നത് അവിടുത്തെ സാധാരണ കാഴ്ചയാണ്. ഗോതമ്പ്, ചോളം തുടങ്ങിയ കൃഷിയാണ് എന്നുള്ള വ്യത്യാസം മാത്രം. വിതക്കലും കൊയ്യലും അവിടങ്ങളിലെ ഉത്സവങ്ങളാണെന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ വയലുകളിലെ കൃഷിപ്പണി ഇവർക്കൊട്ടും അന്യമല്ല. നിലമൊരുക്കൽ മുതൽ കൃഷി ചെയ്ത് അതിനെ പരിപാലിച്ച് വിളവെടുക്കുന്നവരെയുള്ള ഓരോ കാര്യങ്ങളും ഇവർക്കാരും പറഞ്ഞു കൊടുക്കുകയും വേണ്ട. പക്ഷേ ഇവിടെ ഇവർ പൂർണ്ണമായും കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലമൊരുക്കുന്ന ജോലികൾക്ക് മാത്രമാണ് ഇവരെ പലരും ഉപയോഗപ്പെടുന്നത്. കൃഷിപ്പണിക്ക് നമ്മുടെ നാട്ടിൽ നിന്നും തൊഴിലാളികളെ കിട്ടാതാകുന്നതാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കാൻ ഇടയാക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ നിലമൊരുക്കുന്നതോടൊപ്പം ഞാറുനടൽ മുതൽ വിള കൊയ്യുന്നവരെയുള്ള കൃഷിപ്പണിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ നിറസാന്നിധ്യം ഉണ്ടായേക്കാവുന്ന കാലം വിദൂരമല്ലെന്ന് ഇത്തരം കാഴ്ചകൾ തെളിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വ്യവസായികമായി പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ബെൽ EML INTUC ആവശ്യപ്പെട്ടു. നേതാക്കൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിലെ ഏക പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായിരുന്ന കെൽ യൂണിറ്റ് ബെല്ലിന് കൈമാറി 6 വർഷം കഴിയുമ്പോൾ കമ്പനി തകർച്ചയുടെ വക്കിലെത്തി ജീവനക്കാരുടെ അവകാശങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ നിസ്സംഗത പുലർത്തുകയുമാണെന്നാണ് നേതാക്കളുടെ ആരോപണം. സ്ഥാപനത്തെ കേന്ദ്ര പൊതുമേഖലയിൽ നിലനിർത്തി സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ 2 തവണ വന്നു. എന്നിട്ട് പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് കൊടുത്തു പോയി. പക്ഷേ ഇപ്പോൾ അവസാനമായിട്ട് വന്ന് നിൽക്കുന്ന എങ്ങനെയാ വെച്ചാൽ സെൻട്രൽ ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആനന്ദ് ഗീതെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കേരള ഗവൺമെൻറ്റിനും ഇപ്പോൾ 3 തവണ ലെറ്റർ അയച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളുടെ 51% ഷെയർ കൈയൊഴിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സംവിധാനമാക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റ് മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. മറ്റു മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഷെയർ വിറ്റൊഴിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ P. ഗംഗാധരൻ നായർ, A. വാസുദേവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ദുസ്സഹ യാത്രയ്ക്ക് വിരാമമായി. പടുവടുക്കം മുബാറക് കോൺക്രീറ്റ് റോഡും പന്നിപ്പാറ ക്രോസ് റോഡും യാത്രായോഗ്യമായി. പടുവടുക്കം മുബാറക് റോഡ് NA നെല്ലിക്കുന്ന് MLAയും പന്നിപ്പാറ ക്രോസ് റോഡ് ഷാഹിന സലീമും ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി തകർന്ന റോഡിലൂടെ യാത്ര ചെയ്ത് വലഞ്ഞ ജനങ്ങളുടെ മനസ്സിൽ ആശ്വാസം പകർന്ന് പടുവടുക്കം മുബാറക് കോൺക്രീറ്റ് റോഡും പന്നിപ്പാറ ക്രോസ് റോഡും കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. പടുവടുക്കം മുബാറക് കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീമിന്റെ അധ്യക്ഷതയിൽ NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു.
MLAയുടെ ആസ്തി വികസന നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. മഴക്കാലത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് തകർന്ന റോഡിൽ യാത്ര ദുരിതമായിരുന്നു. ചടങ്ങിൽ ഇ ശാന്തകുമാരി, വി സദാനന്ദൻ, മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പന്നിപ്പാറ ക്രോസ് റോഡിന്റെ ഉദ്ഘാടനം ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം നിർവഹിച്ചു. ചടങ്ങിൽ സദാനന്ദൻ, കുഞ്ഞി വിദ്യാനഗർ, സാഹിദ്, സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാദമി ദശവാർഷിക പ്രഖ്യാപന സമ്മേളനം മാർച്ച് 29 സംഘടിപ്പിക്കും. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്ന സമ്മേളനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മഞ്ചേശ്വരം പൈവെളികെ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ കേന്ദ്രമായ പയക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ ദശവാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപന സമ്മേളനം മാർച്ച് 29 നടക്കും. പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപനം നടത്തും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാപനം ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതോടനുബന്ധിച്ച് സ്ഥാപനം നടത്താനായി ആഗ്രഹിക്കുന്ന ദശവാർഷിക സമ്മേളനത്തിൻ്റെ പ്രഖ്യാപന സമ്മേളനം മാർച്ച് 29 തീയതി ബുധനാഴ്ച രാത്രി മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 7 മണിക്ക് അതിവിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ബഹുമാന്യനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് പ്രഖ്യാപനം നടത്തും. സ്ഥാപനം പ്രിൻസിപ്പൽ PK അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈവെളിക്ക് അധ്യക്ഷത വഹിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ സംബന്ധിക്കും. നാസർ ഫൈസി കൂടത്തായി മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ K അബ്ദുൽ മജീദ് ദാരിമി, ഹനീഫ് ഹാജി പൈവെളികെ, ഹമീദ് ഹാജി പൈവെളികെ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. പൈക്കം പൂമാണി കിന്നിമാണി ക്ഷേത്രോത്സവം സമാപനത്തിലേക്ക്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ദൈവനൃത്തോത്സവവും തുലാഭാരവും പ്രസാദ വിതരണവും ഭക്തിനിർഭരമായി കൊണ്ടാടി. മാർച്ച് 28 ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനമാകും. പൈക്കം പൂമാണി കിന്നിമാണി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് ദൈവനൃത്തോത്സവം അരങ്ങേറിയത്. ആരംഭിച്ച ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി തുലാഭാരവും പ്രസാദ വിതരണവും നടന്നു. ഉളിയത്തായ വിഷ്ണു തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രചടങ്ങുകൾ നടക്കുന്നത്. 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് സാക്ഷിയാവാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രനഗരിയിലെത്തുന്നത്. വിവിധ നൃത്തോത്സവങ്ങൾ, രഥോത്സവം, കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവ തുടർന്നുള്ള ദിവസങ്ങളിൽ അരങ്ങേറും. മാർച്ച് 28 ഉത്സവം സമാപിക്കും. ബളവന്തെടുക്ക വയനാട്ടുകുലവം തെയ്യംകെട്ട് മഹോത്സവത്തിന് സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ പ്രഭാഷണം, ആധ്യാത്മിക സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ബളവന്തെടുക്ക ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിന്റെ തെയ്യംകെട്ട് മഹോത്സവത്തിനാണ് സമാപനമായത്. മാർച്ച് 21 തെയ്യംകെട്ട് മഹോത്സവം ആരംഭിച്ചത്. ഇതിനു മുന്നോടിയായുള്ള കൂവമളക്കൽ ചടങ്ങോടെയായിരുന്നു ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. കലവറ നിറക്കൽ ഘോഷയാത്രയും തുടർന്ന് ആധ്യാത്മിക സമ്മേളനവും നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണത്തിന് CK നാരായണ പണിക്കർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ തെയ്യങ്ങളുടെ കെട്ടിയാടലും അന്നദാനവും നടന്നു.
താക്കീത് നൽകിയതോടെ മഹോത്സവത്തിന് സമാപനമായി. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്നത്. പൊസോഡ് മുഹയുദ്ദീൻ ജുമാ മസ്ജിദ് ഉദ്ഘാടനവും വഖഫ് യോഗവും മാർച്ച് 29 നടക്കും. ജുമാ മസ്ജിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പൊസോഡ് മുഹയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം മാർച്ച് 29 സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് വഖഫ് യോഗവും നടക്കും. അത്താവുള്ള തങ്ങൾ ഉദ്യാവര, പൊസോഡ് പക്കീർ സാഹിബ് വലിയുല്ലാഹി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം പള്ളിയുടെ ഉദ്ഘാടനം ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പരിപാടി അസയ്യിദ് ഫസൽ കോയമത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് പള്ളി പ്രസിഡന്റ് KR അബ്ദുള്ള ബാവ ഹാജി KCN ന്യൂസിനോട് പറഞ്ഞു. 700 കൊല്ലം പഴക്കമുള്ള പള്ളി ഞങ്ങൾ ആ പള്ളി പുതിയതായി പണിത് 29-ാം തീയതി ബുധനാഴ്ച അസർ നിസ്കാരത്തിന് ഞങ്ങൾ ജമാഅത്തുകാരെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത. ഇതിൻ്റെ ഉദ്ഘാടന ക്രമം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞിക്കോയ തങ്ങളും അതുപോലെ തന്നെ പുറത്തങ്ങളും എല്ലാം ഇവിടെ എത്തുന്നതായിരിക്കും. ചടങ്ങിൽ അബ്ദുൽ ജബ്ബാർ മുസ്ലിയാർ, MA കാസിം മുസ്ലിയാർ, ത്വാഖ അഹമ്മദ് മുസ്ലിയാർ, UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുക്കും. മധുരക്കിഴങ്ങ് കൃഷിയിൽ 100 മേനി വിളയിച്ച് കുടുംബശ്രീ പ്രവർത്തകർ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ കൂക്കോട്ട് കൈരളി കുടുംബശ്രീ പ്രവർത്തകരാണ് പുതിയ മാതൃക സൃഷ്ടിച്ചത്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കൈമൈ മറന്ന് അധ്വാനിച്ചാണ് കൂക്കോട്ട് കൈരളി കുടുംബശ്രീ പ്രവർത്തകർ മധുരക്കിഴങ്ങ് കൃഷിയിൽ 100 മേനി വിളവെടുത്തത്. പാട്ടത്തിനെടുത്ത 50 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. വിളവെടുക്കാറായപ്പോഴേക്കും വേനൽ ചൂട് കൂടി. ഇതോടെ വെള്ളവും വറ്റി. പിന്നീട് വയലിൽ കുഴികൾ ഒരുക്കി ഇതിൽ നിന്നാണ് ഇവർ ജലസേചനം നടത്തിയത്. മധുരക്കിഴങ്ങ് കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈനി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നിങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, അഭിനന്ദനാർഹമാണ്. K. ഷീന, M. രോഹിണി, ബിന്ദു K, കുഞ്ഞിരാമൻ, സുനിൽ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കാത്തിരിപ്പിനും പ്രതിഷേധത്തിനും ഒടുവിൽ കാസർഗോഡ് പാസ്പോർട്ട് സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. ഉദ്ഘാടനം ഏപ്രിൽ 1 നടത്താൻ ആലോചന. സേവാ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത് പാർലമെന്റിൽ MP P. കരുണാകരൻ നടത്തിയ സമ്മർദ്ദത്തിനൊടുവിൽ. റിയാസ് മൗലവി വധം പ്രതികളെ തിരിച്ചറിയൽ പരേഡിന് വിട്ടു നൽകാൻ അന്വേഷണ സംഘം കോടതിയിൽ ഹർജി നൽകി. മാർച്ച് 27 ലോക നാടക ദിനം. ലോകമെങ്ങും നാടക പ്രവർത്തകർ ആചാര്യന്മാരെ അനുസ്മരിച്ചു. പുതിയ നാടക സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയും നാടക ദിനം ആചരിച്ചു. സർക്കാർ ഡിസ്റ്റിലറിയിലേക്കുള്ള ടാങ്കറിൽ നിന്നും സ്പിരിറ്റ് മോഷണം വ്യാപകമാകുന്നു. തുണയാകുന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിൽ. ബൺപുത്തടുക്ക AUP സ്കൂളിൽ മലയാളം അധ്യാപികമാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സമരത്തിനൊരുങ്ങി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും നാട്ടുകാരും. സംഭവത്തിൽ വിദ്യാഭ്യാസ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് യുവജന കമ്മീഷൻ. ഞാറുനടിയിൽ മുതൽ കൊയ്ത്തുവരെയുള്ള കൃഷിപ്പണിയിലും സാന്നിധ്യം തെളിയിച്ച അന്യസംസ്ഥാന തൊഴിലാളികൾ. പുതിയ കാഴ്ചകളൊരുക്കി വയലേലകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കഠിനാധ്വാനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.